നമസ്കാരം, ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കടങ്കഥയും കടങ്കവിതകളും പഴഞ്ചൊല്ലുകളും വായ്ത്താരികളും ഒക്കെ പരിചയപ്പെട്ടു. കൂട്ടുകാർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ പുതിയവ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടാകുമെന്നും കരുതുന്നു. ഇന്ന് നമുക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കാം. ഒരു കഥയാണ്, ഒരു വിവരണമാണ്. എന്താണ് വിവരണം? നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയോ എന്തെങ്കിലും കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്ന് കൂട്ടുകാരോടോ നമ്മൾ വിവരിക്കും അല്ലേ. ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ ഇങ്ങനെ കണ്ടു, ഞാൻ ബീച്ചിൽ പോയപ്പോൾ അവിടെ പട്ടം ഉണ്ടായിരുന്നു, അവിടെ ഒരു കുട്ടി ഇങ്ങനെ ഇരുന്ന് പട്ടം പറത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എന്താണ് വലുതാക്കി നമ്മൾ പറയും, വിവരിക്കും അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ വിവരണവും. നമുക്ക് ഇന്നിവിടെ എന്താണ്, ഒരു വിവരണമാണ് പഠിക്കാനുള്ളത്. എന്ത് വിവരണമാണ്? ഉത്സവ വിവരണം. നോക്കാം എന്താണെന്ന്. കാനനോത്സവം. കാനനം എന്താണ്? കാനനം എന്താണ്? കാട്, വനം എന്നൊക്കെ നമുക്ക് പറയാം. കാനനത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ്, കാടിന്റെ ഉത്സവമാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലേ ഇങ്ങനൊരു ഉത്സവത്തെ കുറിച്ച്? നാടുകളിലൊക്കെ ഉത്സവം നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്നുണ്ട്. പക്ഷെ ഈ കാട്ടിലെ ഉത്സവത്തിനെ കുറിച്ച് നമുക്ക് ഒരറിവുമില്ല അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കാട്ടിലെ ഉത്സവം, എന്തൊക്കെയായിരിക്കും അവിടെ നടത്തുന്ന പരിപാടികൾ, എന്താണ് നമുക്കൊന്ന് കഥയിലേക്ക് കടന്നു നോക്കാം. കൊയ്ത്തു കഴിഞ്ഞ വയൽ, അവിടമാകെ നക്ഷത്രത്തെ പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കൊത്തിപ്പെറുക്കി വയറ് നിറച്ച് തിരികെ പോരുന്നതിന് മുൻപ് നാട്ടിലേക്ക് ഒന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിന്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരിക LP ഗ്രൗണ്ടിൽ നിന്നും മൈക്ക് അനൗൺസ്മെന്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുഴയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിന്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവനും കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെന്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു, സന്തോഷ സൂചകമായി ആർപ്പ് വിളിക്കുന്നു. പാട്ടിന് ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിര കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളൊക്കെ ഉല്ലാസത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. അപ്പോൾ എന്താണ്, ഇതുവരെ ഉത്സവമൊന്നും എത്തിയില്ല. അപ്പം നിങ്ങളിപ്പോൾ അക്ഷമരായി ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ടീച്ചർ കാടിന്റെ ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉത്സവത്തിന്റെ കാര്യമൊന്നും അല്ലല്ലോ പറയുന്നത്, ഇതിപ്പോ സ്കൂളിൽ എന്തോ പരിപാടിയല്ലേ. ശരിയാണ്, നിങ്ങളൊന്ന് കുറച്ച് ക്ഷമിക്കും, നമുക്കിപ്പം കാണാം ഉത്സവം. ഇവിടെ എന്താ പറയുന്നത്? കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നെന്മണിയൊക്കെ കൊത്തിപ്പെറുക്കാനായി നമ്മുടെ കാട്ടിൽ നിന്നും കുഞ്ഞരിപ്രാവ് വരും. എല്ലാ തവണയുമുള്ള പതിവാണ്. വന്ന് നെന്മണികൾ കൊത്തിപ്പെറുക്കി കഴിഞ്ഞ് ഒന്ന് നാട് ചുറ്റും. എന്തൊക്കെയാണ് ഈ നാട്ടിലെ വിശേഷങ്ങളെന്ന് അറിയണമല്ലോ, ഇതൊക്കെ കൊണ്ടേ കാട്ടിൽ കൊടുക്കണമല്ലോ. അങ്ങനെ നാട് ചുറ്റുന്ന സമയമാണ്. അവിടെ ഒരു സ്കൂളിൽ, കാടരിക LP സ്കൂളിൽ എന്ത് നടക്കുന്നു? കലോത്സവം നടക്കുന്നു. അനൗൺസ്മെന്റ് കേട്ടു കുഞ്ഞരിപ്രാവ്. കുഞ്ഞരിപ്രാവ് അവിടെ പോയി ഒരു മുത്തശ്ശി പ്ലാവിന്റെ കൊമ്പത്തിരുന്ന് എല്ലാം കണ്ട് രസിച്ചു. കുട്ടികൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പല വിധത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാ? മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിര കളി, അങ്ങനെ പലതരം പരിപാടികൾ. ഇതൊക്കെ നിങ്ങൾക്ക് പരിചിതമായ പരിപാടികളാണോ? നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന പരിപാടികളാണോ? സ്കൂളുകളിൽ മാത്രമല്ലല്ലോ, ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുകളുടെ അടുത്ത് ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട് അല്ലേ. മോണോ ആക്ട്, മിമിക്രി, ഡാൻസ് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമ്മൾ വീട്ടിലും ഒക്കെ കിടന്നിട്ട് TV-യിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡാൻസ് ചെയ്യാറുണ്ട്. അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഡാൻസ്, ഒപ്പന. ഒപ്പന എന്താണ്? ഒപ്പന നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല, ടീച്ചർ പറഞ്ഞുതരാം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കലാരൂപമാണ് ഈ ഒപ്പന. കല്യാണ സമയത്ത് മണവാട്ടിയെ നടുക്കിരുത്തി കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ ചുറ്റിനും നിന്ന് കൈകൊട്ടി പാടി കളിക്കുന്ന ഒരു കലാരൂപമാണ് നമ്മുടെ ഒപ്പന. തിരുവാതിര കളി. തിരുവാതിര കളി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓണത്തിന് നമ്മൾ തിരുവാതിര കളിക്കാറുണ്ട് അല്ലെ. വിളക്കൊക്കെ നടുവിൽ കത്തിച്ച് വെച്ച് കുറച്ച് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ അതിന് ചുറ്റും വട്ടം കറങ്ങി പാട്ടൊക്കെ പാടി കളിക്കും. അപ്പോ മാത്രമല്ല തിരുവാതിര കളി ഉള്ളത്, ധനുമാസത്തില് തിരുവാതിര നക്ഷത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തിരുവാതിര കളി ഇന്ന് പല സ്ഥലങ്ങളിലും അരങ്ങേറുന്നുണ്ട്. ക്ഷേത്രങ്ങളിലും ക്ലബ്ബുകളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അസോസിയേഷൻസിലും
ഇങ്ങനെ ഓരോ വീടുകൾ, കുറേ വീടുകൾ ചേർന്നിട്ടുള്ള കോളനീസ് ഉണ്ടാവും, കോളനികൾ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലുള്ള വിശേഷ അവസരങ്ങളിൽ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ ഇതുപോലുള്ള കളികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അരങ്ങേറുന്നുണ്ട്. അപ്പൊ അതൊക്കെ എവിടെ നടക്കുന്നുണ്ട്? സ്കൂളിൽ നടക്കാണ്. കുഞ്ഞരിപ്രാവ് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞരിപ്രാവ് എല്ലാം കണ്ട് രസിച്ച് തിരിച്ച് കാട്ടിലെത്തിയപ്പോഴും അവിടെ എന്ത് നടക്കുവാണ്? സായാഹ്ന സഭ. എന്താ സായാഹ്നം? സായാഹ്ന സഭ എന്താണ്? ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണോ നിങ്ങള് സായാഹ്നം എന്ന് പറയുന്നത്? സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ്. വൈകുന്നേരം കാട്ടിൽ എന്ത് കൂടുകയാണ്? സഭ കൂടുകയാണ്. സായാഹ്ന സഭ. എന്താ സഭ? നമ്മുടെ സ്കൂളുകളില് ക്ലാസ്സിൽ മീറ്റിംഗ് നടത്താറുണ്ട്. പേരൻസിന്, രക്ഷിതാക്കളെയൊക്കെ വിളിച്ചു വരുത്തി അധ്യാപകരൊക്കെ ചേർന്നിരുന്ന് നിങ്ങൾക്ക് വല്ല പരീക്ഷയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേപ്പറൊക്കെ നൽകിക്കൊണ്ട് പിന്നീടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് അല്ലേ? അതുപോലെ ഒരു സഭ കൂടുകയാണ് നമ്മുടെ കാട്ടിലും. കുറച്ച് എല്ലാ മൃഗങ്ങളെയും വിളിച്ചു ചേർത്ത്. ആരായിരിക്കും ഈ സഭയുടെ കാരണവർ? നിങ്ങൾക്കൊന്ന് പറയാവോ ആരായിരിക്കും എന്ന്? ആരായിരിക്കും? അതെ, നിങ്ങൾ ഊഹിച്ച ആള് തന്നെ, കാട്ടിലെ രാജാവ്. രാജാവ് മാത്രമാണോ? അല്ല, വേറെ ആളുകൾ ഉണ്ടായിരിക്കും. ആനയും പുലിയും കടുവയും എല്ലാവരും ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് തലമുതിർന്ന ആളുകളൊക്കെ ഇങ്ങനെ ഇരുന്ന്, ബാക്കി എന്താണ് യുവജനങ്ങളെല്ലാം ഇങ്ങനെ താഴെ ഇരുന്ന് ഒരു സഭ കൂടുകയാണ്. എന്താ സഭയിൽ പറയുന്നത് നമുക്ക് നോക്കാം. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. കാട്ടുരാജാവായ സൂചിക്കൊമ്പന്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജന്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ? രാജാവ് നെറ്റി ചുളിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ. മുയലച്ചൻ തൊഴുകയോടെ പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൻ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. സൈലൻസ്, സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീയൊന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെ കുറിച്ച് കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിൽ എല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മൈലമ്മ വ്യക്തമാക്കി. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. നിങ്ങൾ കണ്ടല്ലോ, ശരിയാണില്ലേ? ഒരു ചർച്ച നടത്തുമ്പം അത് അനുകൂലിക്കുന്നവരും ഉണ്ടാവും, പ്രതികൂലമായിട്ട് സംസാരിക്കുന്നവരും ഉണ്ടാവും. ഇവിടെ നമ്മുടെ കുഞ്ഞരിപ്രാവ് അഭിപ്രായപ്പെട്ടു കാട്ടില് കലോത്സവം നടത്തണമെന്ന്. അങ്ങനെ നമ്മുടെ കാട്ടുരാജാവ് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞു. ഒരു ജനാധിപത്യ സഭയാണ് അവര്. എല്ലാവരുടെ അഭിപ്രായ പ്രകടനത്തിന് അവസരം കൊടുക്കുന്നുണ്ട്. അല്ലാതെ രാജാവ് ഒന്ന് പറയും, അത് പ്രജകൾ കേൾക്കണം, അങ്ങനെ ഒരു നയമല്ല അവിടെ. എല്ലാ പ്രജകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞരിപ്രാവ് പറയുന്നത്, കാട്ടിലും കലോത്സവം നടത്തണം രാജൻ. പെട്ടെന്ന് ആരാണ് പറഞ്ഞത്? രാജാവിനൊരു സംശയം. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ? ബുദ്ധിമുട്ടല്ലേ? പെട്ടെന്ന് നമ്മുടെ മുയലച്ചൻ പറഞ്ഞു, ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ. നമുക്കിതൊന്നും വേണ്ട, എങ്ങനെയും ഒന്ന് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള അവസ്ഥയാണ് അവർക്ക്. പെട്ടെന്ന് നമ്മുടെ കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. കരടിക്കുട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അല്ലേ? അതുകൊണ്ട് തന്നെ കരടിക്കുട്ടൻ ഇച്ചിരി ഗാംഭീര്യത്തോടുകൂടി തറപ്പിച്ചു പറഞ്ഞു. എന്തു പറഞ്ഞു? വേണ്ട, അതൊന്നും വേണ്ട. ഇവളിങ്ങനെ ഓരോന്ന് കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ, അതൊന്നും ഇവിടെ വേണ്ട. പക്ഷേ നമ്മുടെ രാജന് അറിയാൻ താല്പര്യമുണ്ട്, എന്താണ് ഈ കലോത്സവം, നീ ഒന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മുടെ കുഞ്ഞരിപ്രാവ് അവള് നാട്ടിൽ പോയപ്പോൾ കണ്ട കലോത്സവത്തിനെ കുറിച്ച് അവരോട് സംസാരിച്ചു. അപ്പൊ ഈ പ്രതികൂലം ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവർക്കും ചെറിയ ഒരു പാതി സമ്മതമൊക്കെ വന്നു കാണും. അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പൊ നമ്മുടെ മന്ത്രി മൈലമ്മ പറഞ്ഞു, ശരിയാ, നമ്മുടെ കാട്ടിൽ ഒരുപാട് കലാവാസനയുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് എന്ത് നടത്തണം? കലോത്സവം ഉറപ്പായും നടത്തണം. അങ്ങനെ പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ നല്ലതാണെന്ന് കുയിലമ്മയും പിന്താങ്ങി. ആരെ പിന്താങ്ങിയേ? ആരെ? മന്ത്രി മൈലമ്മ. തിരിഞ്ഞു പോകരുത്. മൈലമ്മയും കുയിലമ്മയും.
കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായി. എന്നാണ് ഗാനോത്സവം നടത്തേണ്ടത്? രാജാവും ഉത്സാഹത്തിലായി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ, കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മൈലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേര് തരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ദാന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി. അപ്പോ കലോത്സവം മാത്രമല്ല, നിങ്ങൾ കണ്ടോ അവിടെ എന്ത് നടത്താറുണ്ട്? കായികോത്സവവും നടത്താറുണ്ട്. നിങ്ങൾക്കറിയാം, കായികോത്സവം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പോലെ തോന്നും. സ്പോർട്സ് ഡേ അല്ലേ, സ്കൂളുകളിൽ നടത്താറില്ലേ? അതുപോലെ കാട്ടിലും എന്ത് നടത്തുന്നുണ്ട്? കായികോത്സവം നടത്തുന്നുണ്ട്. അപ്പോഴെന്താ, പിന്നെ ഒരു സംശയമായി, കലോത്സവത്തിന് എന്തൊക്കെ ഇനങ്ങൾ വേണം? നമ്മുടെ മനുഷ്യർ നടത്തുന്നത് പോലെ ഒപ്പനയും തിരുവാതിര കളിയും ഒക്കെ മൃഗങ്ങൾക്ക് നടത്താൻ സാധിക്കുമോ? നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇതെന്താ കൂവല്, കുറുകല്, ഓരിയിടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മത്സര ഇനങ്ങൾ, ഇങ്ങനെയൊക്കെ മത്സരം നടത്തുമോ എന്നൊരു സംശയം തോന്നാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ മനുഷ്യരെ പോലെയുള്ള മത്സരങ്ങൾ, ഒപ്പന, തിരുവാതിര കളി, മിമിക്രി, മോണോ ആക്ട്, ഇതൊക്കെ നടത്താൻ മൃഗങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അതേപോലെ മൃഗങ്ങൾ ചെയ്യുന്ന ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാൻ നമ്മളെ കൊണ്ടോ? അത്ര ഉചിതമായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് മൃഗങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള പരിപാടികളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ? പാട്ട്, നൃത്തം, കൂവൽ, കുറുവൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി. അങ്ങനെ ഇത് മാത്രമല്ല, നിർദ്ദേശങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു. അപ്പൊ ഇനി എന്നാണ് നടത്തേണ്ടതെന്നായി. ലിസ്റ്റ് വന്നു, നടത്താൻ തീരുമാനമായി. എന്നാ നടത്തേണ്ടത്? സംഗീത ദിനത്തിൽ. വരുന്ന സംഗീത ദിനത്തിലാവട്ടെ, കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. അപ്പോ ഇനി അടുത്തത് നമുക്ക് എന്ത് വേണം? കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ആളുകൾ വേണം അല്ലേ? അല്ലെങ്കിൽ എല്ലാം തകിടം മറിയും. അങ്ങനെ നമ്മുടെ മന്ത്രി മൈലമ്മ. അധ്യക്ഷത ആര് വഹിക്കും? കുഞ്ഞിക്കുരുവി. കുഞ്ഞിക്കുരുവിയാണ് അധ്യക്ഷ. നമ്മുടെ കലോത്സവത്തിന്റെ കാനനോത്സവത്തിന്റെ അധ്യക്ഷ കുഞ്ഞിക്കുരുവി. ചിന്നക്കുയിലോ? കൺവീനറും. ചിന്നക്കുയിലാണ് കൺവീനർ. ആർക്കും മത്സരിക്കാം. ഇനി നിബന്ധനകളാണ്. ആർക്കും മത്സരിക്കാം. അവിടെ എന്തില്ല, ഈ ആൾക്കേ മത്സരിക്കാവോ, ആ ആൾക്കേ മത്സരിക്കാവോ എന്നൊന്നുമില്ല. ആർക്കും മത്സരിക്കാം. പ്രായപരിധി ഒരു പ്രശ്നമല്ല. പങ്കെടുക്കുന്നവർ എന്താ, ഒറ്റ കാര്യമുള്ളൂ, പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ എന്ത് തരണം? പേര് തരണം. നമ്മൾ സ്കൂളുകളിലും ഒക്കെ അങ്ങനല്ലേ, പങ്കെടുക്കാൻ തലേ ദിവസം വന്ന് ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ ഉണ്ടെന്ന് നമ്മളോട് പറയും. എന്നിട്ട് പറയും, നിങ്ങൾ ആലോചിച്ച് വീട്ടിലൊക്കെ ചോദിച്ചിട്ട് നാളെ വന്ന് പേര് തരണം കേട്ടോ എന്ന് പറയില്ലേ? അതുപോലെ എന്താണ് ഇവിടെയും പറയാണ്. പിന്നെ പിടിച്ചാ കിട്ടുമോ ദിവസങ്ങള്? ഇല്ല. ദാ പറയുന്നതിന് മുമ്പേ കാനനോത്സവം എത്തി. നിങ്ങൾ അക്ഷമരായി ഇരിക്കുമായിരിക്കും അല്ലേ? എന്തായിരിക്കും കാനനോത്സവത്തിൽ നടക്കാന്നറിയാൻ? അതെ, ഞാനും വളരെ അക്ഷമയോടിരിക്കുകയാണ്. നമ്മുടെ മൃഗങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക? ആന എന്താവും ചെയ്യുക? മയിൽ എന്താവും ചെയ്യുക? കുയിൽ എന്താവും ചെയ്യുക? നമ്മുടെ കുഞ്ഞിക്കുരുവി എന്താവും ചെയ്യുക എന്നൊക്കെ അറിയാനായിട്ട് ഞാനും അക്ഷമയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് കുറച്ചൊരു സസ്പെൻസ് ഇട്ട് വെക്കാം അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന്. ഇനിയുള്ള ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.